ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇവൻ ലേണിംഗ് മക്കളെ. അപ്പം നമ്മളൊരു കിഡിലൻ കോണ്ടന്റ് പഠിക്കാനായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു പരീക്ഷ പേപ്പറും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ എല്ലാവരും ആദ്യ അവസാനം വരെ വീഡിയോ ഇരുന്ന് കാണുക, ഇത് അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം മക്കളെ സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻസ് ചോദിക്കും. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഒബ്ലിഗേറ്ററി ഫംഗ്ഷനും ഡിസ്ക്രിഷണറി ഫംഗ്ഷൻസും എന്താണെന്നുള്ള കാര്യം ചോദിക്കും. അതായത് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ, നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡിസ്ക്രിഷണറി ഫംഗ്ഷൻസ് പറഞ്ഞാൽ വിവേചനപരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു സ്റ്റേറ്റിന്റെ കയ്യിൽ പൈസയൊക്കെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നതാണ് ഡിസ്ക്രിഷണറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്റ്റേറ്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. സോ ഇതെന്തായാലും പഠിച്ചു പോവുക. സോ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസിന് നമ്മൾ മലയാളത്തിൽ നിർബന്ധിതമായിട്ടുള്ള ചുമതല എന്ന് പറയും, ഡിസ്ക്രിഷണറി ഫംഗ്ഷൻസിന് വിവേചനപരമായിട്ടുള്ള ചുമതല എന്നും പറയും. നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത് അല്ലെ. ഒരു രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത് ആ രാജ്യത്ത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഗവൺമെന്റ് ഇല്ലെങ്കിൽ എന്താ പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്ന് ഇവിടെ ബോംബൊക്കെ ഇട്ട് ആകെ പ്രശ്നമാക്കിയിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ അതിർത്തി സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി എന്നുള്ളത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, ആഭ്യന്തര സമാധാനം ഉറപ്പുവരുത്തുക. ഈ ആഭ്യന്തര സമാധാനമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ആളുകൾ ഒരിക്കലും കുറേ കാലം താമസിക്കൂല, അവർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തൊക്കെ പോകും. അപ്പോൾ ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിന് സമാധാനം മസ്റ്റാണ്, അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. മൂന്നാമത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അതായത് അവകാശങ്ങളുടെ സംരക്ഷണം. ഇതിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള അവകാശങ്ങളൊക്കെ വരും അല്ലേ. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് സ്റ്റേറ്റ്സ് തരുന്ന റൈറ്റ്സ് ആണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ സംരക്ഷിക്കേണ്ടതും സ്റ്റേറ്റിന്റെ കടപ്പാടാണ് അല്ലേ, അവരുടെ കടമയാണ്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. നാലാമത്തത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നടപ്പിലാക്കുക അല്ലേ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോടതികൾ ഇടപെട്ട് നീതി നടപ്പിലാക്കി കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ സ്റ്റേറ്റ് എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നിർബന്ധിതമായ ചുമതല എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. രണ്ടാമത്തത് വിവേചനപരമായിട്ടുള്ള ചുമതലയാണ്, അഥവാ ഡിസ്ക്രിഷണറി ഫംഗ്ഷൻസ് ആണ്. ഒരു രാജ്യത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വിവേചനപരമായിട്ടുള്ള ചുമതല. അതാണ് ഈ ഒബ്ലിഗേറ്ററി ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, ആരോഗ്യ സംരക്ഷണം, പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, ഇംപ്ലിമെന്റ് വെൽഫെയർ പ്രോഗ്രാംസ്, അതായത് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക. അതൊക്കെ നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ നല്ലോണം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും. ഫണ്ട് കുറവാണെങ്കിൽ ക്ഷേമ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നതിൽ എണ്ണം കുറയും. ഓക്കെ, പിന്നെ പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പം നമ്മൾ കുറേ പൈസയുള്ള ഒരു രാജ്യമാണെങ്കിൽ നമുക്ക് എല്ലാ സിറ്റികളും എയർപോർട്ട് ഉണ്ടാക്കാം അല്ലേ. മെട്രോ റെയിൽ കൊണ്ടുവരാം, ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരാം, എന്താ പറയുക മാഗ്നറ്റിക് ട്രെയിൻ കൊണ്ടുവരാം, അങ്ങനത്തെ ട്രെയിനുകളൊക്കെ കൊണ്ടുവരാം. ഇതൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ പൈസ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ട്രെയിൻ കൊണ്ടുവരാനല്ലോ ശ്രമിക്കുക. ആൾക്കാരുടെ പട്ടിണി മാറ്റാനും കാര്യങ്ങളൊക്കെ അല്ലേ ഫണ്ട് ചിലവാക്കുക അല്ലേ. അപ്പം പൈസ ഉള്ളതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ കൂടുതൽ എന്താ പറയുക ശ്രദ്ധ ചെലുത്തുക. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നിർബന്ധിതമായിട്ടുള്ള ചുമതലയും വിവേചനപരമായിട്ടുള്ള ചുമതലയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾ എസെൻഷ്യൽ ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ 4 തിയറികൾ അല്ലേ. ഒറിജിൻ ഓഫ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട 4 തിയറികളുണ്ട്. ഇതും ചോദിക്കാത്ത പരീക്ഷകളില്ല, പരീക്ഷ പേപ്പറും ഇല്ല അല്ലെ. ഒന്നാമത്തതാണ് ദൈവതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. അതാണ് ദൈവമാണ് രാഷ്ട്രം സൃഷ്ടിച്ചത്, രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, രാജാവിന് ദൈവത്തിന്റെ അടുത്ത് മാത്രമേ കൂറുള്ളൂ എന്ന് പറയുന്ന നിയമമാണ് അല്ലെങ്കിൽ തിയറിയാണ് ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. ദൈവതത്വ സിദ്ധാന്തം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുക. ഈ രണ്ടാമത്തെ തിയറിയാണ് പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ എവല്യൂഷണറി തിയറി. ഈ 4 തിയറികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഈ എവല്യൂഷണറി തിയറി ആണ്. ഇതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ 4 ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവല്യൂഷണറി തിയറി ആണ്. സോഷ്യൽ എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ രാഷ്ട്രങ്ങൾ ഉണ്ടായതെന്നാണ് എവല്യൂഷണറി തിയറി പറയുന്നത് അല്ലേ. സ്റ്റേറ്റ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ എവല്യൂഷൻ. സാമൂഹിക പരിണാമ പ്രക്രിയയിലൂടെ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടു എന്നാണ് എവല്യൂഷണറി തിയറി അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് നല്ല തിയറി 4 മൂന്നാമത്തത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറിയാണ് അല്ലേ. ഒരു കോൺട്രാക്ടിനെ ബേസ് ചെയ്ത്, അതായത് ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രങ്ങൾ നിലവിൽ വന്നത് അല്ലേ. അതാണ് ഇതിൽ പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ രാഷ്ട്രത്തിന് എന്താ പറയുക രാഷ്ട്ര നിർമ്മിതിയിലേക്ക് ഭാഗമായത് അല്ലെങ്കിൽ അവൻ രാഷ്ട്രത്തിന് രൂപം നൽകിയെന്നൊക്കെയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയുന്നത്, അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം എന്ന് അതിന് മലയാളത്തിൽ പറയും. ഇനി 4ാമത്തതാണ് പവർ
പവർ തിയറി അല്ലെങ്കിൽ ശക്തി സിദ്ധാന്തം എന്ന് പറയാം. ശക്തി സിദ്ധാന്തം അല്ലെങ്കിൽ പവർ തിയറി പറയുന്നത് ഇതാണ്: ശക്തരായിട്ടുള്ള ആളുകൾ, അതായത് പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ദുർബലരായിട്ടുള്ള ആളുകളുടെ, വീക്കായിട്ടുള്ള ആളുകളുടെ മേൽ എന്താ പറയുക, അധികാരം സ്ഥാപിച്ചതിന്റെ ഫലമായിട്ടാണ് രാഷ്ട്രങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. നമ്മളെ KGF-ലെ റോക്കി ബായിനെ പോലെ അല്ലെ, റോക്കി ഭയങ്കര ശക്തിമാനല്ലായിരുന്നു. അതുപോലെ ശക്തരായ ആളുകൾ ദുർബലരുടെ മേൽ എന്താ പറയാ ആധിപത്യം സ്ഥാപിച്ചതിന്റെ ഫലമായിട്ടാണ് രാഷ്ട്രങ്ങൾ ഉണ്ടായതെന്നാണ് ഈ പവർ തിയറി അല്ലെങ്കിൽ ശക്തി സിദ്ധാന്തം പറയുന്നത്. അപ്പൊ ഈ 4 തിയറികൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പവർ തിയറി കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു തിയറിയാണ് അല്ലെ. ശക്തരായിട്ടുള്ള ആളുകൾ ദുർബലരായിട്ടുള്ള ആളുകളുടെ മുകളിൽ എന്താ ആധിപത്യം സ്ഥാപിച്ചതിന്റെ ഫലമായിട്ടാണ് രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടെന്ന് പറയുന്ന തിയറി. ഓക്കെ, അപ്പൊ ഈ 4 തിയറികളും അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് ചോദിക്കാത്ത പേപ്പറോ പരീക്ഷയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഡിവൈൻ റൈറ്റ് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയും. പിന്നെ പരിണാമ സിദ്ധാന്തം ഉണ്ട്, അതായത് എവല്യൂഷണറി തിയറി. സാമൂഹിക ഉടമ്പടി സിദ്ധാന്തമാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ശക്തി സിദ്ധാന്തമാണ് പവർ തിയറി. അപ്പൊ ഇതുപോലുള്ള അടിപൊളി കണ്ടന്റ് വീഡിയോകളായിട്ട് നിങ്ങളെ കാണാനായിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ഒരു അടിപൊളി ബൈ.